ഹായ് എല്ലാം കൊണ്ടും അടിപൊളിയായ ഒരു കിഡിലൻ സോണി ഇയർബഡ് വേണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു ഇയർബഡിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോണിയുടെ ലിങ്ക് ബഡ്സ് എസ് ഏറ്റവും പുതിയ കിഡിലൻ ഇയർബഡാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ, ഇതിൽ പോരായ്മയായിട്ട് ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, രണ്ട് വശങ്ങളും പറഞ്ഞു തരാം. നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും വാങ്ങിക്കാം, അല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യാം, ഈ രണ്ട് വശങ്ങളും അറിഞ്ഞിട്ട് മാത്രം. ആദ്യമാണ് നിങ്ങൾ ഇവിടെ കാണാം ഇതിന്റെ ബോക്സ്. ലിങ്ക് ബഡ്സ് എസ് എന്ന് പറയുന്ന ഇയർബഡിന്റെ ബോക്സ് ഇതായി കാണുന്നതാണ്. പേപ്പറാണ്, അതായത് പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശവും ഇതിനകത്തില്ല. ഇത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് എടുക്കുമ്പോഴും അതിനകത്തും പേപ്പർ കൊണ്ടുള്ളൊരു ബോക്സ് തന്നെയാണ്. അതിനകത്ത് വീണ്ടും പേപ്പർ കൊണ്ടുള്ളൊരു ബോക്സ്, അതിനകത്താണ് ഇയർബഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് ഇയർബഡ് കയ്യിലോട്ട് എടുക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് റീസൈക്കിൾഡ് ആണ്. അതായത് പുതിയതായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി മാർക്കറ്റിലുള്ള പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ പ്രകൃതി സ്നേഹം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഇതിനകത്ത് കേബിൾ ഉണ്ട്, അതേപോലെ തന്നെ ഇയർ ടിപ്പുകൾ വരുന്നുണ്ട്, അതേപോലെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇതെല്ലാം തന്നെയും ഈ ബോക്സിനകത്തെ ചെറിയ ചെറിയ പേപ്പർ ബോക്സുകളിലാണ് വെച്ചിരിക്കുന്നത്. സോ അവിടെയും കംപ്ലീറ്റ് പ്രകൃതി സ്നേഹം. സോ ടോട്ടലി നല്ല കാര്യമാണ്, കോമഡിയല്ല, ഞാൻ കളിയാക്കുകയല്ല, തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇനി ഇയർബഡിലേക്ക് വരാം. ഇതാണ് നമ്മുടെ സോണിയുടെ ലിങ്ക് ബഡ്സ് എസ് എന്ന് പറയുന്ന ഇയർബഡിന്റെ കേസ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കാണാം, അതേപോലെ തന്നെ ഒരു പെയറിംഗ് ബട്ടണും. ഇത്രയുമാണ് ബട്ടൺസ് ഒക്കെ ആയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു ചെറിയ LED ലൈറ്റ് ഉണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഇയർബഡുകൾ ഇരിക്കുന്നത് കാണാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ബോക്സ്. 35 ഗ്രാമൊക്കെയാണ് ആകെ ഈ ബോക്സിന്റെ വെയിറ്റ് വരുന്നുള്ളൂ. ഒരു ഇയർബഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4.8 ഗ്രാമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. ചെവിയിൽ വെക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഇങ്ങനെ പതിയെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഓവർ ടൈറ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നൈസായിട്ട് വെച്ച് കൊടുത്താൽ ഒരു തരത്തിലും വീണു പോകില്ല. കണ്ട, തട്ടിയാൽ പോലും വീണു പോകില്ല. പെർഫെക്റ്റ് ഫിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. വാട്ടർ പ്രൂഫുമാണ്, IPX4 വാട്ടർ പ്രൂഫുമാണ്. സോ ഒത്തിരി വേർപ്പൊക്കെ തട്ടിയാലും പെട്ടെന്നൊന്നും വെള്ളം കയറി നശിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇതിനില്ല. ഇനി ഇത്തരം ഇയർബഡുകളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം വരുന്നത് കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ട്, നന്നായിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഫ്ലാഗ്ഷിപ്പ് ഇയർബഡുകളിലും വരുന്ന ഒരു കോൾ ക്വാളിറ്റി ഉണ്ട്. ഒരു സാമ്പിൾ കേട്ട് നോക്കാം. ഹലോ, അപ്പൊ നമ്മൾ ഈ കേൾക്കുന്നത് ലിങ്ക് ബഡ്സ് എസിലൂടെയുള്ള ഒരു കോളിന്റെ കോൾ ക്വാളിറ്റിയാണ്. അതായത് ഞാൻ കോൾ ചെയ്യുമ്പോൾ അപ്പുറം നിൽക്കുന്ന ആള് ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും എന്റെ സൗണ്ട് കേൾക്കുക. ഞാനിപ്പോൾ എന്റെ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ഒരു നോർമലായ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. ഒരു നോർമലായ ആംബിയൻസ് സൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ ഈ ഒരു രീതിയിലായിരിക്കും അപ്പുറം നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി? നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ? സോ ഒരു ഐഡിയ കിട്ടിയല്ലോ. വലിയ കുഴപ്പമില്ല, ഡീസന്റ് ആയ ഒരു ലെവലിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ആണെന്ന് പറയാം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാരിറ്റി മതിയോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി, സോണി ഈ കാര്യത്തിൽ എപ്പോഴും ടോപ്പ് ലെവലാണ്, അതിലൊരു ഡൗട്ടുമില്ല. നന്നായിട്ടുണ്ട്. ഇത്തവണയും ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ LDAC സപ്പോർട്ട് ഉണ്ട്. ഇന്റഗ്രേറ്റഡ് പ്രൊസസർ വരുന്നുണ്ട്, V1 പ്രൊസസർ. ഇതിനകത്തൊരു എക്സ്ട്രാ പ്രൊസസർ ഓഡിയോ വെച്ചിട്ടുണ്ട്, നല്ല ഓഡിയോ ക്വാളിറ്റി കിട്ടാൻ. ഇപ്പോൾ കംപ്രസ്ഡ് ആയ ഓഡിയോകളൊക്കെ ആണെങ്കിലും അതിനെ ഡീകംപ്രസ് ചെയ്ത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി നമുക്ക് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ AR ഗെയിമിംഗ് പോലുള്ള, അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റി ഗെയിമുകളിലേക്ക് വരുമ്പോൾ അതിന്റെ സൗണ്ടുകൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള സെറ്റപ്പും ഇതിനകത്തുണ്ട്. പിന്നെ 360 ഡിഗ്രി റിയാലിറ്റി ഓഡിയോ, അതായത് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേജിന്റെ നടുവിൽ ചുറ്റും മ്യൂസിക് ഒക്കെ വെച്ചുകൊണ്ട് ആൾക്കാർ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടുവിൽ നിന്നാൽ എങ്ങനെ ഉണ്ടാവും, എല്ലാ വശത്തുനിന്നും കറക്റ്റായിട്ട് ഓഡിയോ കേൾക്കില്ലേ, അതുപോലെ ഇതിനകത്ത് നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. 360 ഡിഗ്രി റിയാലിറ്റി ഓഡിയോയും സപ്പോർട്ട് ചെയ്യും. ഇനി സോണിയുടെ ബ്രാവിയ TV X അതൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ശരിക്കും 5.1ന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ ആ TV ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിയൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അതുകൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ഒരു 360 ഡിഗ്രി റിയാലിറ്റി സൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക 5.1 ശരിക്കും ഡോൾബി പവറൊക്കെ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ സോണി ബ്രാവിയ TVയിൽ നിന്നും. സോ അങ്ങനെ ഒട്ടനവധി നല്ല നല്ല ഫീച്ചറുകൾ സൗണ്ട് ക്വാളിറ്റിയുടെയും അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒക്കെ ഭാഗത്ത് വരുന്നുണ്ട്. സോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു റിച്ച് സെറ്റപ്പാണ് സോണി ഇയർബഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് 5mm ഡ്രൈവർ വെച്ചുകൊണ്ടുള്ള ഈ ഇയർബഡിലാണെന്ന് ഓർക്കണം. ശരിക്കും 10, 12, 14mm ഡ്രൈവറുകളൊക്കെ ഇപ്പോൾ ഇയർബഡുകളിൽ വരുന്നുണ്ട്. ഇവർ വെറും 5mm വെച്ചിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡീസൻ്റ് ആയ ബേസ് ലെവലും ഒരു നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ടും ഒക്കെയാണ് ഓവറോൾ കിട്ടുന്നത്. ഒരു 4 out of 5 തീർച്ചയായിട്ടും കൊടുക്കാം. ആ രീതിയിലുള്ളൊരു നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ദ ടോപ്പ് നോച്ച് എന്ന് ഞാൻ പറയില്ല, ബട്ട് നന്നായിട്ടുണ്ട്, ഉറപ്പായിട്ടും നന്നായിട്ടുണ്ട്. ഈ പ്രൈസിന് ഇത് വർത്താണെന്ന് പറയുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് ടച്ച് കൺട്രോളാണ്. നമുക്ക് ഒരു സൈഡിൽ നോയ്സ് ക്യാൻസലേഷൻ, ഒരൊറ്റ ടാപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവും. അതേപോലെ തന്നെ ആംബിയൻ സൗണ്ട് വേണമെങ്കിൽ അതിനൊരു ടാപ്പ് കൊടുത്താൽ മതി, പുറത്തുള്ളതൊക്കെ നമുക്ക് കേൾക്കാം. അതേപോലെ ഈ സൈഡിലാണെങ്കിൽ പ്രീവിയസ്, ഫോർവേഡ്, പൗസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ടച്ചിലൂടെ കൺട്രോൾ ചെയ്യാം. ഇനി ഈ നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ വരുന്ന നേരത്തെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കേൾക്കില്ല, കാരണം നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആണല്ലോ. പക്ഷേ ഇതിനകത്ത്
സ്പീക്ക് ടു ചാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഇയർബഡ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ സൗണ്ടൊക്കെ കട്ട് ചെയ്ത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോടെങ്കിലും നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആവും, ആംബിയൻ സൗണ്ട് വരും, നമുക്ക് കേട്ടുകൊണ്ട് ഡീസൻ്റായിട്ട് സംസാരിക്കാം. ആ രീതിയിലുള്ളൊരു സംവിധാനമുണ്ട്. പിന്നെ ചെവിയിൽ വെച്ചിരിക്കുമ്പോൾ പാട്ട് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എടുത്താൽ ഓട്ടോമാറ്റിക്കലി പോസ് ആവും. ഇൻസ്റ്റാൻറ്റ് പൗസ്, ഇൻസ്റ്റാൻറ്റ് പ്ലേ എന്നാണ് അവരതിനെ പറയുന്നത്. സോ അതും ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വോയിസ് അസിസ്റ്റൻറ്റ്, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, അലക്സ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യും. സോ ടോട്ടലി കൺട്രോളിൻ്റെ കാര്യത്തിൽ വേറെ നൂലാമാലകളൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണ്. ബ്ലൂടൂത്ത് 5.2 ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കണക്ഷനിലും കാര്യങ്ങളിലും വേറെ ഇഷ്യൂസ് ഇല്ല. കണക്ടിവിറ്റി ഓക്കെ ആണ്. അതിൻ്റെ ഭാഗത്ത് ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ പോലുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മളിത് ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. സോണി ഇയർബഡ് ഇതാ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വരും. അതേപോലെ സ്വിഫ്റ്റ് നമ്മുടെ വിൻഡോസ് 11 10ലേക്കൊക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, ദാ സോണി ഇയർബഡ് വന്ന് കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട്. സോ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ അല്ലെങ്കിൽ വിൻഡോസിൻ്റെ സ്വിഫ്റ്റ് പെയർ ഇതെല്ലാം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൾട്ടി പോയിന്റ് കണക്ഷനും വരുന്നുണ്ട് കണക്ടിവിറ്റിയുടെ ഭാഗത്ത്. അതായത് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലും ഫോണിലും ഒരേ സമയം കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഫോണിൽ കോൾ വന്നാൽ ഇയർബഡ് താനെ പോയി ഫോണിൽ കണക്ട് ആയിട്ട് നമുക്ക് കോൾ കണക്ട് ആക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും നമ്മുടെ ലാപ്ടോപ്പിലേക്ക് വന്ന് നമുക്ക് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. സോ അങ്ങനെ രണ്ട് ഡിവൈസിൽ ഒരേ സമയം കണക്ട് ചെയ്ത് വെക്കാനും ഓരോന്നും ആവശ്യത്തിനനുസരിച്ച് താനെ മാറി ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. സോ കണക്ഷൻ്റെ ഭാഗത്തും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി ANC-യുടെ ലെവൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മളിത് ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ANC ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കട്ടാണ് സൗണ്ട്. ഒരുവിധം ഒരു 90% സൗണ്ടും കട്ടാവും. നല്ല ഡീസൻ്റ് ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ട്രാൻസ്പെറൻസി നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആംബിയൻ്റ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ ഒരു ഡീസൻറ്റ് ലെവലിൽ നമുക്ക് കേൾക്കാം. വലിയ അപാകതയൊന്നും തോന്നില്ല. രണ്ടും നോയ്സ് ക്യാൻസലേഷനും ആംബിയൻ മോഡും രണ്ടും നന്നായിട്ടുണ്ട് ഇത്തവണ ഈ ഒരു ഇയർബഡിലേക്ക് വരുമ്പോൾ. ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ ബാറ്ററി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. ഏകദേശം 5-6 മണിക്കൂറൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇതുവരെയും ഇത് കഴിഞ്ഞ് ഓഫായി പോകുന്നൊരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. 1-2 സിനിമയൊക്കെ ഞങ്ങളിത് വെച്ചുകൊണ്ട് കാണാൻ ശ്രമിച്ചു. കുഴപ്പമൊന്നുമില്ല. ബാറ്ററി ലൈഫ് അടിപൊളിയാണ്. ഒരു 4-5 മണിക്കൂർ എങ്ങനെയായിരുന്നു ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നോയ്സ് ക്യാൻസലേഷൻ അടക്കം. നോയ്സ് ക്യാൻസലേഷൻ ഇല്ലെങ്കിൽ 8-9 മണിക്കൂറൊക്കെയാണ് കമ്പനി പറയുന്നത്. സോ ഉറപ്പായിട്ട് 5-6 മണിക്കൂർ നിങ്ങൾക്ക് സുഖമായിട്ട് ഇയർബഡ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കേസ് അടക്കമാണെങ്കിൽ 10-26 മണിക്കൂറൊക്കെ നമുക്ക് ടോട്ടലി ഉപയോഗിക്കാൻ സാധിക്കും. സോ അതൊക്കെ എക്സലൻ്റ് ആണ്. ചാർജിങ് ടൈം ഇത് ഒരെണ്ണം ബോക്സിലോട്ട് വെച്ച് ചാർജ് ചെയ്തെടുക്കാൻ 2 മണിക്കൂറാണ് ആവുക. അതേപോലെ തന്നെ 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ കേസും നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊന്നും ഇഷ്യൂ ഇല്ല. പിന്നെ ഇതിൻ്റെ ബാക്കി കൺട്രോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ ഇതിനൊരു ആപ്പ് ഉണ്ട് കേട്ടോ. അടിപൊളി ആപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബാറ്ററിയുടെ, അതായത് ഇതിൻ്റെ ബാറ്ററി ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. കേസിൽ എത്ര ബാറ്ററി ഉണ്ട്, ഇയർബഡുകൾ എത്ര ബാറ്ററി ഉണ്ടെന്ന് കാണാം. അഡാപ്റ്റീവ് സൗണ്ട് കൺട്രോളിൻ്റെ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് വേണമെങ്കിൽ അത് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. അതേപോലെ തന്നെ സൗണ്ട് എന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ അത് ഏത് ലെവലിൽ വേണമെന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കാം. സ്പീക്ക് ടു ചാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചർ അത് ഇവിടെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഓൺ ചെയ്തിട്ടാൽ നമ്മൾ സംസാരിക്കുമ്പോൾ താനെ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആയിക്കോളും. ആ ഫീച്ചർ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം. താഴെ ഈക്വലൈസർ നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മുടെ സൗണ്ട് സെറ്റ് ചെയ്യാം. ഞാൻ ബേസ് ഫാനാണ്, അതുകൊണ്ട് ബേസ് ആണ് ഓൺ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ സിസ്റ്റം എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ ടോട്ടലി ഈ ഒരു ഇയർബഡിലേക്ക് വരുമ്പോൾ എല്ലാ സംഭവങ്ങളുണ്ട്. ഒരു പോരായ്മ മാത്രമാണ് ഞാൻ നോട്ടീസ് ചെയ്തുള്ളൂ. ഒന്ന്, അതായത് വയർലെസ് ചാർജിങ് ഇല്ല. 16,000 രൂപയോളം വരുന്നുണ്ട് ഇതിൻ്റെ ഓഫർ പ്രൈസ്. ഓഫർ അല്ലാതെ ഇവരുടെ സൈറ്റിൽ നിങ്ങൾ ചുമ്മാ കയറി നോക്കിക്കഴിഞ്ഞാൽ 24,000 രൂപ ആണ് കേട്ടോ. സോ ഓഫർ ടൈമിൽ മാത്രം എടുക്കുക. ബാങ്ക് കാർഡ് അടക്കം ഓഫർ വെച്ച് നോക്കിയാൽ 10, 13, 14 രൂപയ്ക്ക് തന്നെ ഇത് കിട്ടുമെന്ന് കാണുന്നുണ്ട് പല സാഹചര്യങ്ങളിലും. സോ ഓഫറിൽ എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയാം. ഓഫർ ഇല്ലാതെ പോയി എടുത്തു കഴിഞ്ഞാൽ അതെന്ത് പറയണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോ എന്തായാലും ടോട്ടലി സംഗതി കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ച് എന്തായാലും സംഗതി കൊള്ളാം. വയർലെസ് ചാർജിങ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉഷാറായി. സോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.